എടാ വിഷ്ണു കൊച്ചിക്കാരാ, നീ വന്ന വഴി മറക്കരുത്. നീ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടു, അത് ഭയങ്കര മോശമായൊരു വർത്താനാണ് നീ പറഞ്ഞിരിക്കുന്നത്. കാരണം ഏത് ഷോർട്ട് ഫിലിമാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. വിനീത് എന്ന് പറഞ്ഞ ഡയറക്ടറും ഓൾ ബ്രൈറ്റും ചെയ്തിരിക്കുന്ന പാനി എന്നൊരു ഷോർട്ട് ഫിലിം, അതിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിം ഒരുപാട് പേര് കണ്ടില്ല എന്ന് പറഞ്ഞാണ് നീ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. മനസ്സിലായില്ലേ? അതായത് പെരേര, ആ പേര് പറയില്ലേ നിങ്ങൾ കാരണം, അതായത് പെരേര നീയും കാരണം വ്യൂസ് കയറുമെന്ന്. എടാ, ഈ പെരേര എന്ന് പറഞ്ഞ നാറിയൊക്കെ ഉണ്ടല്ലോ, ആ വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഷോർട്ട് ഫിലിമിലൂടെയാണ് വന്നത്. മനസ്സിലായില്ലേ? അവൻ ആദ്യമായിട്ട് അവസരം കൊടുത്തത് വിനീതാണ്. ഓൾ ബ്രൈറ്റ് എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ്. ഇവർ രണ്ടുപേരാണ് ആദ്യമായിട്ട് പെരേരയ്ക്ക് ഒരു അവസരം കൊടുത്തത്. നീയൊക്കെ വന്നതിന് മുമ്പ്. പിന്നെ നീ വന്നത് ഞാൻ പറയണ്ടല്ലോ, നീ ചിലപ്പോൾ സമ്മതിക്കില്ലായിരിക്കും. ഞാനും പെരേരങ്ങളും കൂടി നടക്കുന്ന സമയത്ത് നീ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ടൈമിൽ ജസ്റ്റ് വന്ന് ചാടിയതാണ്. എന്നിട്ട് നിന്നെ പിടിച്ച് ഞാൻ കൂട്ടി നിർത്തിയപ്പോൾ പെരേര പറഞ്ഞ വാക്കുകളുണ്ട്. അവനെങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള സ്വഭാവം കാണിക്കും, അവിടെ ഇവിടെയും കൂടും. അപ്പോൾ കൂടുതൽ പറയാൻ നിൽക്കല്ലേ, അപ്പോൾ നിന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂട്ടി നിർത്തി നിനക്ക് ഉപകാരം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് കേട്ടപ്പോൾ വിഷമം തോന്നി. കാരണം പാനി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ നീ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവരത് വെട്ടിക്കളയോ എന്ത് ചെയ്ത്. കാരണം നീ അവരുടെ കൂടെ നിന്ന് ഈ പെരേര പെണ്ണുപിടിയനാണ്, അതുപോലെ തന്നെ പെരേര കൂട്ടിക്കൊടുപ്പുകാരനാണ്, പെരേര കൂടെ വന്ന പെണ്ണുങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരികളാണ് എന്നാണ്ടൊക്കെ പറഞ്ഞ് നീയൊക്കെ അവരുടെ സൈഡിൽ നിന്ന് ആ വിനീതിനെ കൊണ്ടും ബ്രൈറ്റിനെ കൊണ്ടൊക്കെ വീഡിയോ എടുപ്പിച്ച് നിൻ്റെ പേജിൽ റീച്ച് കൂട്ടാൻ ചെയ്തൊരു ടീമാണ് നീ. മനസ്സിലായില്ലേ? അന്നേരം നീ പറഞ്ഞു കോമാളികളുടെ കൂടെ വരില്ല, കോമാളികളുടെ കൂടെ ആണെന്ന് നിനക്ക് കണ്ട് ശങ്കർ സാറിൻ്റെ സിനിമയിൽ അവസരം കിട്ടില്ല എന്ന് വരെ പറഞ്ഞ് നീ വീഡിയോയിൽ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് നീ ഇപ്പം നല്ല പുള്ള, അവൻ്റെ കൂടെ നിന്ന് കുറേ പൈസ ഊറ്റിയെടുത്തുകൊണ്ടാണ് നീ പോകുന്നത്. ഡെയിലി ആ ചെറുക്കം വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ വീഡിയോ ഇറക്കി തരാം. മനസ്സിലായില്ലേ? റെക്കോർഡ് ചെയ്ത് അവൻ എന്നോട് പറയണ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഇട്ട് തരാം. അപ്പം അതുകൊണ്ട് എന്തിനാണ് ആ പറയണത്? നാണാവില്ലേ? നീയൊക്കെ വന്ന വഴി മറക്കണം. നീ ആ പാനി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ മാഹിൻ മൂവാറ്റയ്ക്ക് വെച്ച വേഷമല്ലേ നീ തട്ടിയെടുത്തത് അല്ലേ? മാഹിനൊരു പ്രൊഡ്യൂസറെ കണ്ടെത്തി, ആ പ്രൊഡ്യൂസറെ മറ്റുള്ളവർക്ക് കൈമാറി, മറ്റുള്ളവർ ചെയ്യില്ല, എന്നിട്ട് അവന് വെച്ച പോലീസ് വേഷമാണ് നീ അടിച്ചു മാറ്റിയത്. മനസ്സിലായി? എന്നിട്ട് നീ ഇപ്പോൾ കുറേ സിനിമയുടെ എന്നാണ്ട് റീക്രിയേഷൻ ചെയ്തിട്ട് നീ അങ്ങോട്ട് വലിയ സൂപ്പർ സ്റ്റാറാണെന്ന രീതിയിൽ അവൻ്റെ കയ്യിൽ നിന്ന് ഫുഡും അടിച്ച്, പിന്നെ അതുപോലെ അവൻ്റെ എന്താ പറയുക, അവൻ്റെ കയ്യിൽ നിന്ന് ഫുഡും അടിച്ച് പൈസയും വാങ്ങി നീ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. നീ എവിടെ ഇട്ട് ഓട്ടോറിക്ഷ ഓടിക്കണമെന്ന് പറയണോട്ടോ കളിയാ? നീയേ ഈ ഇടക്കൊച്ചി ജംഗ്ഷനിലാണ് ഓട്ടോ ഓടിക്കണേ, എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നാളെ പെരേര ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കണ്ടായിരുന്നു, 1-2 ചാനലിൽ കണ്ടു. അവൻ്റെ മരിച്ചുപോയ വല്യമ്മ അമ്മയുടെ അടുത്ത് പോയിട്ട് അവൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ നീ ഇടിച്ചു കയറി നിൽക്കുന്നത് കണ്ടു. അതൊക്കെ കണ്ടൻ്റ് ആക്കേണ്ട കാര്യമുണ്ടോ കളിയാ? അതൊക്കെ കണ്ടൻ്റ് ആക്കേണ്ട കാര്യമുണ്ടോ? അവൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ, നീ ഇടിച്ചു കയറി നിൽക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നീ കുറേ കാര്യം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എന്താണെന്നറിയോ? നിൻ്റെ പേജിൽ പൈസ കിട്ടി തുടങ്ങി, നിൻ്റെ ഈ പേജിൽ പൈസ കിട്ടി തുടങ്ങിയതുകൊണ്ട് നീ അത് കിട്ടാൻ വേണ്ടി ഓരോ കണ്ടൻറ് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഭയങ്കര മറ്റിടത്തെ തരാണ്, അവർക്ക് വ്യൂസ് കിട്ടല്ലേന്ന്. നീ ആ പാനിയിൽ നീ അഭിനയിച്ചതല്ലേ? പിന്നെ വിനീതിൻ്റെ വേറൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ചതിയിൽ നീ നായകനല്ലായിരുന്നോ? ആ പേര് തന്നെ നിനക്ക് പറ്റും, ചതി. നിനക്ക് ചതിക്കാനേ പറ്റുള്ളൂ വിഷ്ണു കൊച്ചിക്കാരൻ.